ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് നടന്ന ഒരു പ്രത്യേക പരിശോധനയായിരുന്നു, റെയ്ഡായിരുന്നു. അത് നമ്മൾ ഇന്ന് റെയ്ഡ് നടത്താൻ ഉദ്ദേശിച്ചത് അണപ്പാട് മേഖലയിലാണ്. അണപ്പാട് മേഖലയിൽ റെയ്ഡ് നടത്താനുള്ള കാരണം തന്നെ വളരെയധികം പ്രശ്നബാധിത പ്രദേശമാണ് ഈ അണപ്പാടെന്ന് പറയുന്നത്. നമ്മൾ ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് തന്നെ ഒത്തിരി പ്രാവശ്യം അണപ്പാട് മേഖലയിൽ രഹസ്യവിവരവും മറ്റു റെയ്ഡുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതിന് മുൻപ് നടത്തിയിട്ടുണ്ടെങ്കിലും നമുക്ക് കേസ് അവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രതികൾ അത് ആരോപിക്കപ്പെടുന്ന ആൾക്കാരെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല, തൊണ്ടിവകൾ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. ഇന്ന് നമ്മൾ അവിടെ പെട്രോളിംഗ് നടത്തി റെയ്ഡ് നടത്തി പോകുന്ന സമയത്ത് 3 പേര്, അതായത് ഒന്നാം പ്രതിയാക്കി നമ്മൾ കേസെടുത്തത് മോഹനൻ എന്ന് പറയുന്ന ആളിനെ. മുൻ കേസുകളിലും പ്രതിയായിട്ടുള്ള ആളാണ് മോഹൻ എന്ന് പറയുന്നത്. രണ്ടാം പ്രതിയായിട്ടുള്ള അയാളെ, ഈ മോഹനൻ ഓടിപ്പോയതിനാൽ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അയാളെ തുടർന്ന് അറസ്റ്റ് ചെയ്യുന്നതാണ്, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാം പ്രതി എന്ന് പറയുന്നത് വിജയനാണ്, ഫാസ്റ്റർ വിജയൻ എന്നറിയപ്പെടുന്ന വിജയൻ. അത് മുൻ കേസിലെ പ്രതിയാണ്, അബ്കാരി കേസുകളിലെ പ്രതിയാണ്. പിന്നെ മൂന്നാം പ്രതി എന്ന് പറയുന്ന മനു എന്ന് പറയുന്ന ആളാണ്. ഈ 3 പേരും അണപ്പാട് മേഖലയിലുള്ള ആൾക്കാർ തന്നെയാണ്. ഇവരാണ് വൻതോതിൽ ചരയം മാറ്റി വിൽപ്പന നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാരാണ്. ഇവരെയാണ് നമുക്ക് പ്രതികളാക്കി എടുക്കാൻ പറ്റിയത്. അതിൽ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഈ ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് നമ്മൾ ഇത് ഓണത്തിന് മുമ്പ് തന്നെ ഒരു 6 ലിറ്റർ ചാരായത്തോടു കൂടി ഒരു കേസെടുത്തിട്ടുണ്ടായിരുന്നു, പ്രതി ഉൾപ്പെടെ. പിന്നെ അതിനുശേഷം 105 ലിറ്റർ കോട വാഷ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു വേറൊരു കേസിൽ. അപ്പോൾ അങ്ങനെ അതിശക്തമായിട്ടുള്ള പെട്രോളിംഗ് വർക്കും നിരീക്ഷണങ്ങളും നടത്തി വരുന്നുണ്ട്.